ഹായ് ഹലോ. ഞാൻ നേരത്തെ എണീച്ചിട്ടുണ്ട് കേട്ടോ. 5 മണിയൊക്കെ ആകുമ്പോഴത്തെ എണീച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇന്ന് ചെറിയ പരിപാടി ഉണ്ട്. ഞങ്ങളുടെ അമ്പലത്തിലെ പ്രതിഷ്ഠയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ വേഗം അടിച്ചൊക്കെ വാരി തുടച്ച് കുറച്ച് പാത്രമൊക്കെ കഴുകി വെച്ച് വേഗം കുളിച്ച് അമ്മേൻ്റെ കൂടെ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അമ്മയും രാവിലെ പോകുന്നുണ്ട്. ചിരേട്ടൻ്റെ മക്കളടുത്ത് ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. മക്കൾ കൂട്ടുന്നില്ല, രണ്ടാൾക്കും ജലദോഷമാണ്. മോൾക്ക് നല്ലൊരു പനിയൊക്കെ ആയിരുന്നു 2 ദിവസം. അപ്പോൾ ഓരോ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കൂട്ടിയാൽ മതിയല്ലോ. അപ്പോൾ ചിരേട്ടൻ വേണ്ടി എടുത്ത് ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ പോയി വേഗം വരാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിനുള്ള പണികളാണ് വേഗം നോക്കുന്നത്. അപ്പോൾ കണ്ടാലോ. കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ വേഗം മാറ്റി പോകാൻ നോക്കുകയാണ്. ഇന്നലെ നല്ല മഴയായിരുന്നു ഇവിടെ. അതുകൊണ്ട് അതിൻ്റേതായൊരു തണുപ്പൊക്കെയാണ്, നല്ല സുഖമുണ്ട്. അപ്പോൾ മണ്ണൊക്കെ നനഞ്ഞ് നിൽക്കുമ്പോൾ പൊടിയൊന്നും ഇല്ലാത്തതുകൊണ്ടേ എന്തോ ഒരു സുഖം. അപ്പോൾ ഞാനും അമ്മയും വീട്ടിൻ്റെ അടുത്തുള്ള ദേവിയെടുത്ത് കേട്ടോ അത്. അപ്പോൾ അവരെല്ലാവരും കൂടി വേഗം അമ്പലത്തിൽ പോവാണ്. ഇനി അമ്പലത്തിലെത്തി ഞങ്ങൾ വേഗം തൊഴുത് ഞാൻ അങ്ങ് പോകുന്നു കേട്ടോ. എന്താ വെച്ചാൽ കുറേ സമയമാകുമല്ലേ തുടങ്ങി. അപ്പോൾ അമ്മയും ദേവിയെടുത്ത് അവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം തൊഴുത് ഞാൻ വേഗം പോന്നിട്ടുണ്ട്. വന്നിട്ട് ചായയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ വേഗം വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളല്ല, ഞാൻ മാത്രം. അപ്പോൾ ഞാൻ വേഗം ചായ ഉണ്ടാക്കുകയാണ്. എന്താ വെച്ചാൽ അമ്പലത്തിൽ നിന്ന് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അമ്പലത്തിലെ ചായ ഗണപതി ഹോമം കഴിഞ്ഞിട്ടാണുള്ളത്. അപ്പോൾ പിന്നെ അത്രയും നേരം ലേറ്റ് ആവുമല്ലോ. അപ്പോൾ ഞാൻ വേഗം ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഉപ്പുമാവാട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ വേഗം കഴിയല്ലോ. കുറേ നേരം കഴിഞ്ഞപ്പോൾ അമ്മയും ഇങ്ങ് പോന്നിട്ടുണ്ട്. എൻ്റെ ക്ഷമയ്ക്ക് അധികം നേരം ഇരിക്കാനൊന്നും കഴിയാത്തതുകൊണ്ട് അമ്മ അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്കും ഞങ്ങൾക്കുള്ള ചായ ഉണ്ടാക്കുകയാണ്. മക്കൾ ചിരേട്ടൻ്റെ അടുത്തായിട്ടുള്ളത്. അവരെ കുളിയൊക്കെ കഴിക്കണം. ചേച്ചി മക്കളൊക്കെ വരുന്നുണ്ട്. മേലിരിക്കുന്നുള്ളൂ. ഓരൊക്കെ സമയം നമ്മളെ എത്തുകയാണ് ചെയ്യുന്നത്. ചോറൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അമ്പലത്തിൽ നിന്ന് ചോറ്. പിന്നെ വീട്ടിൻ്റെ അടുത്തുള്ള പാറ വന്നിട്ടുള്ള ചായയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഈ പ്രാവശ്യം ഉത്സവമൊന്നും കൂടാൻ കഴിയാത്ത അവസ്ഥയാണ്. ഓരോ കുടുംബത്തിൽ ഒരാൾ മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഓളില്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ചേച്ചീൻ്റെ മക്കൾ ആദ്യം വന്നിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ 4 പേർക്ക് ഒരുമിച്ച് വരാൻ കഴിയാത്തതുകൊണ്ട് അപ്പോൾ അവർ നേരത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് അമ്മേനെ മാറ്റിക്കുന്നതും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഞങ്ങൾ വേഗം അമ്പലത്തിലേക്ക് പോയി കേട്ടോ. നേരം വൈകിക്കെത്തുമ്പോൾ വേഗം ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട്. പോകുമ്പോൾ തന്നെ ഫുള്ള് ആളായിട്ടുണ്ട്. ഇരിക്കാനൊന്നും സ്ഥലമില്ലായിരുന്നു. പിന്നെ അവളെ ഇരിക്കാനും സമ്മതിക്കുന്നില്ല. അപ്പോൾ ഞാൻ മാറി അവിടേക്ക് നിൽക്കുകയാണ്. നല്ല തിരക്കിന്. പിന്നെ ഭയങ്കര തിരക്കായി മാറി പ്രതിഷ്ഠേൻ്റെ സമയമൊക്കെ ആകുമ്പോഴേക്ക്. അപ്പോൾ അവിടെ നിന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കാമല്ലോ. അമ്പലത്തിൽ പ്രതിഷ്ഠ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര സൈലൻ്റാണ്. അപ്പോൾ ഇവിടെ തന്നെ കേട്ടോ ചിരേട്ടൻ വളർന്നത്. ഈ അമ്പലത്തിനോട് ചേർന്ന് തന്നെ ഒരു വീടുണ്ട്. വലിയൊരു വീടാണ്. അപ്പം വലിയ വീടെന്ന് പറയുമ്പോൾ ആൾക്കാരും കൂടുതലാണ്. അപ്പം സൗകര്യക്കുറവുള്ളതുകൊണ്ട് എല്ലാവരും വീടെടുത്ത് മാറി താമസിച്ചതാണ്. ചിരേട്ടൻ കളിച്ച് വളർന്നതൊക്കെ ഇവിടെ തന്നെയാണ്. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വേഗം വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. പേച്ചിയും മക്കളൊക്കെ പോകാൻ നോക്കുകയാണ്. മോൾക്ക് എക്സാമൊക്കെ ഉള്ളതുകൊണ്ട് അവർ നിൽക്കുന്നില്ല.
മാർച്ച് 3-നാണ് ഉത്സവം. അപ്പോൾ അത് കണക്കാക്കി ഞാൻ വീഡിയോ ഇടുന്നതാണ്. നല്ലൊരു രസമാണ്. അപ്പോൾ ആ വീഡിയോ നിങ്ങളൊന്ന് കാണണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ബായ്.